കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായി ജീവിച്ച് പാർട്ടിക്ക് വേണ്ടി എല്ലാ കാലത്തും ത്യാഗപൂർവ്വം പോരാടി മൺമറഞ്ഞു പോയ പാർട്ടി സഹാക്കളുടെ കുടുംബാംഗങ്ങളെ, സംസ്ഥാനത്തിന്റെ ബന്ധുക്കളെ, മാതൃസുഹൃത്തുക്കളെ, ഐതിഹാസികമായ മലയാളത്തിന്റെ മണ്ണിൽ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് നാം ഇപ്പോൾ ആരംഭം കുറിക്കുകയാണ്. ശ്രീ രാജ, നമ്മുടെ ജനറൽ സെക്രട്ടറി, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ സ്റ്റേറ്റ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നാം കൊളുത്തിയ ദീപശിഖ നമുക്കെല്ലാവർക്കും അറിയാം. പോരാട്ട ഭൂമികളിൽ നാടിനും ജനങ്ങൾക്കും വേണ്ടി പടവെട്ടി മരിച്ച സഖാക്കളുടെ ചോരയുടെ വേറും വീര്യവുമുള്ള വിപ്ലവ പ്രതിബദ്ധതയും നേരും നിറയുമുള്ള ദീപശിഖയാണെന്ന് നമുക്കറിയാം. ഈ ദീപശിഖ ഇന്നലെ വയലാർ സാക്ഷിമണ്ഡപത്തിൽ നിന്ന് സഖാവ് ചന്ദ്രശേഖരൻ കൊളുത്തിയേൽപ്പിച്ചത് നമ്മുടെ പാർട്ടിയുടെ യുവതലമുറയെയാണ്. യുവതികളും യുവാക്കളുമായ ആ സഖാക്കൾ വയലാർ മുതൽ ഇവിടെ വരെ ഓടിക്കൊണ്ടുവന്ന ഈ ദീപശിഖ നമ്മോട് പറയുന്നത് വിപ്ലവ പോരാട്ടങ്ങളുടെ എത്ര കാലം കഴിഞ്ഞാലും മാഞ്ഞു പോകാത്ത ഇതിഹാസങ്ങളാണ്. നമ്മുടെ പാർട്ടിയെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടിലുള്ള ഒത്തിരി പാർട്ടികളിൽപ്പെട്ട കേവലം മറ്റൊരു പാർട്ടിയല്ല. ഈ പാർട്ടി വ്യത്യസ്തമായി നാം കാണുന്നതും വ്യത്യസ്തമായി നാം നയിക്കുന്നതും വ്യത്യസ്തമായി നാം കാത്തുരക്ഷിക്കുന്നതും നമ്മുടെ പാർട്ടിയുടെ ഇതിഹാസതുല്യമായ വിപ്ലവ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. ആ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനം അതിന്റെ പ്രത്യയശാസ്ത്രമാണ്. മാർക്സിസം ലോകത്തെവിടെയുമുള്ള മർദ്ദിതവർഗത്തിന് വിമോചന വഴികളിൽ വെളിച്ചം വിതറിയ ആ പ്രത്യയശാസ്ത്രമാണ് നമ്മുടെ പാർട്ടിയെ വേറിട്ട് ഒന്നാക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലെയും തൊഴിലാളികളോട് സംഘടിക്കുവാൻ പറഞ്ഞ ആ പ്രത്യയശാസ്ത്രം നഷ്ടപ്പെടുവാൻ കൈച്ചങ്ങല മാത്രമാണെന്നും കിട്ടാനുള്ളത് ഒരു പുത്തൻ ലോകമാണെന്നും പറഞ്ഞു കൊടുത്ത പ്രത്യയശാസ്ത്രം പഞ്ചഭൂഖണ്ഡങ്ങളിൽ നടന്ന മനുഷ്യമോചന പോരാട്ടങ്ങളിൽ ജനകോടികളെ ആവേശം കളിച്ച പ്രത്യയശാസ്ത്രം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യത്യസ്ത രാഷ്ട്രീയത്തിന്റെ കാതലെന്ന് അറിയുന്നവരാണ് ഓരോ CPI പ്രവർത്തകരും അനുഭാവിയും ബന്ധുക്കളുമെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, അതിന്റെ സംഘടനാപരമായ വ്യക്തത, ദിശാബോധം ഇതെല്ലാം ചേരുമ്പോഴാണ് CPI വ്യത്യസ്തമായ വേറിട്ട ഒരു പാർട്ടിയായി മാറുന്നത്. ആ പാതയിൽ നമ്മുടെ പാർട്ടി 100 കൊല്ലം സഞ്ചാരം പൂർത്തിയാക്കി. ഈ സഞ്ചാരപാതയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിനോട് എന്തെല്ലാം പറഞ്ഞുവെന്ന് നാം വായിച്ചറിഞ്ഞവരും മനസ്സിലാക്കിയവരുമാണ്. ഈ പാർട്ടിയോട് ആദ്യമായി ഇന്ത്യയോട് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം പറഞ്ഞു കൊടുത്തത്. കോൺഗ്രസ് പോലെ വന്ന് ഡൊമിനിയൻ സ്റ്റാറ്റസ് അഥവാ പുത്രികാ പദവി എന്ന മുദ്രാവാക്യം വിളിച്ച കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് ആദ്യമായി പറഞ്ഞത് അവിടെ നിർത്തിയാൽ പോരാ, ഇന്ത്യക്ക് വേണ്ടത് പൂർണ്ണ സ്വരാജാണ്. അതിൽ കുറഞ്ഞ മറ്റൊന്നുകൊണ്ടും ഇന്ത്യ തൃപ്തിയാകാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. നാം ഓർക്കുന്നുണ്ട് അഹമ്മദാബാദിലെ ആ കോൺഗ്രസ് സമ്മേളനം. ആ സമ്മേളന വേദിയിൽ മഹാത്മാഗാന്ധിയും നെഹ്റുവും പട്ടേലുമുള്ള നിറഞ്ഞു നിന്ന വേദിയിൽ, ആ വേദിയിൽ കോൺഗ്രസിനോട് 2 ചെറുപ്പക്കാർ വിളിച്ചു പറഞ്ഞു, മുദ്രാവാക്യം തീർച്ചയായിട്ടും പൂർണ്ണ സ്വരാജായിരിക്കണമെന്ന്. അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ആ മുദ്രാവാക്യം അകാലികമാണെന്നാണ്, അപ്രായോഗികമാണെന്നാണ്. ആ പ്രമേയം അതുകൊണ്ട് പരാജയപ്പെട്ടു. പക്ഷേ ആ പ്രമേയത്തിന്റെ ആശയം പരാജയപ്പെട്ടില്ല. നിങ്ങളെല്ലാവരും അറിയുന്നുണ്ട്, 25-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നു വീണ
കാൺപൂരിലെ സമ്മേളന വേദിയുടെ സംഘാടകൻ ആ പ്രമേയം അവതരിപ്പിച്ച ആളായിരുന്നു സഖാബ് ഹസൻ ബൊഹാനി. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം. പിന്നീട് കോൺഗ്രസിന് ആ മുദ്രാവാക്യം സ്വീകരിക്കേണ്ടി വന്നു. 1920 AITC പിറന്നുവിടപ്പോൾ തൊഴിലാളി വർഗം ഈ മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞു. ഈ പാരമ്പര്യമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അഭിമാനം കൊള്ളിക്കുന്നുണ്ട്, ആവേശം വിളിക്കുന്നുണ്ട്. അന്നു മുതൽ ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാടിന്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും ഉയർത്തിപ്പിടിക്കാനായി പടവെട്ടിയ പാർട്ടിയാണെന്ന് നാം എന്നുമെന്നും ഓർക്കും. ആ പാതയിൽ എന്തെല്ലാം ത്യാഗങ്ങൾ, എത്രയോ സഹനങ്ങൾ, എത്രയോ വേറിട്ട പോരാട്ടങ്ങൾ, ഇതെല്ലാം ഓരോ നിമിഷവും നമ്മൾ ഓർക്കുന്നുണ്ട്. ഈ പാർട്ടി അതുകൊണ്ട് ഇന്നും നാളെയും അത്തരം മൂല്യങ്ങളെയെല്ലാം മുറുകെ പിടിക്കുമെന്ന് നാം പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ദീപശിഖ വയലാറിൽ നിന്ന് സഖാക്കൾ ഓടി പുന്നപ്രയിലേക്ക് എത്തിച്ചത്. വയലാർ പുന്നപ്ര വിപ്ലവ സഹോദരത്തിന്റെ ഭൂമിയാണെന്ന് നമുക്കറിയാം. ഈ മണ്ണിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ 1ഉം 2ഉം പേരുകളല്ല, എത്രയെത്ര പേരുകൾ. ആ പേരുകളെല്ലാം ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. അവരെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പക്ഷേ 2 പേര് പറയട്ടെ. ഒന്ന് സഖാവ് ആർ സുഗതന്റെ പേര്, 2 സഖാവ് ടി.വി. തോമസിന്റെ പേര്. ആർ സുഗതനും ടി.വി. തോമസും 2 പേരുകളാണെങ്കിലും അത് വെറും 2 പേരുകളല്ല. ആ പേരുകൾ വയലാറിലെയും പുന്നപ്രയിലെ സമരഭൂമികളിൽ നാടിന് വേണ്ടി പോരാടിയ എല്ലാവരുടെയും പേരുകളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അരുത് സഖാക്കളെ, നിങ്ങൾക്കും നിങ്ങളുടെ ധരണിക്കും വേണ്ടിയാണ് ഈ സമരമെന്ന് പറഞ്ഞുകൊണ്ടാണ് വയലാറിന്റെ മണ്ണിൽ തോക്ക് ചൂണ്ടിയ പട്ടാളത്തിന് നേരെ കമ്മ്യൂണിസ്റ്റുകാർ വാലിക്കുന്തവുമായി മുന്നേറിയ കാര്യവും ഇപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്. അവിടെ നിന്നിങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വന്ന സമരപാതകളിലെ എല്ലാ വെളിച്ചവും, എല്ലാ തെളിച്ചവും, ചുരുങ്ങിയ ഓരോ തുള്ളി ചോരയും അതെല്ലാം ചേർന്ന ഒന്നാണ് ഈ ദീപശിഖയെന്ന് നാം ആദരവോടെ ഓർക്കുന്നു. ഈ ദീപശിഖ കമ്മ്യൂണിസ്റ്റായ എല്ലാവരെയും അഭിമാനം കൊള്ളിക്കുന്നുണ്ട്. ഈ ദീപശിഖ കമ്മ്യൂണിസ്റ്റ് എല്ലാവരോടും പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെപ്പറ്റി. ആ മൂല്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രിയങ്കരമാണ്. ഭൂശ്വാസികളുടെ ആശയങ്ങൾ ലാഭത്തിന്റെയും മണത്തിന്റെയും കമ്പോളത്തിന്റെയും മഹത്വം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പറഞ്ഞത് ജീവിതത്തെപ്പറ്റിയാണ്, അക്ഷരത്തെപ്പറ്റിയാണ്, വേർപ്പിനെപ്പറ്റിയാണ്, സമരങ്ങളെപ്പറ്റിയാണ്. അതുകൊണ്ട് നാം വിളിച്ചു പറയുന്നു, ലോകത്തെല്ലാം കേട്ട ആ മറുപടി തന്നെയാണ്. ഏതാണ് വലുത്, പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ്? ഈ ചോദ്യം ഉണ്ടായിട്ടുണ്ട് ലോകത്തെപ്പോഴും. ആ ചോദ്യത്തിലെ ബന്ധങ്ങൾ വെച്ചാണ് വലതുപക്ഷത്തിന്റെ വഴി വ്യത്യസ്തമാണെന്ന് അവർ പ്രഖ്യാപിച്ചത്. ഇടതുപക്ഷം അതിന്റെ വേറിട്ട വഴി അന്ന് വ്യക്തമാക്കി. വലതുപക്ഷം പറഞ്ഞു 1ാം സ്ഥാനം ലാഭത്തിനാണെന്ന് പറഞ്ഞു, പണത്തിനാണെന്ന് പറഞ്ഞു, കമ്പോളത്തിനാണെന്ന് പറഞ്ഞു. ഇടതുപക്ഷം പറഞ്ഞു അല്ല, ജനങ്ങൾക്കാണെന്ന്. ജനങ്ങൾക്ക് 1ാം സ്ഥാനം പ്രഖ്യാപിക്കുന്ന ആശയമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. ഇടതുപക്ഷം അതിന്റെ പക്ഷമാണ്. ആ പക്ഷത്തിന്റെ എല്ലാ തീക്ഷയും മൂർച്ചയും കൊണ്ട് CPI അതുകൊണ്ട് വികസനത്തിന്റെ എല്ലാ പാതകളിലും നിൽക്കുമ്പോൾ ആ മുദ്രാവാക്യത്തെ മുറുകെ പിടിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ ആശയങ്ങളെയാണ് ഈ ദീപശിഖ പ്രതിഫലിപ്പിക്കുന്നതെന്ന് നാം അറിയുന്നുണ്ട്, നാം ഹൃദയത്തിൽ കുത്തിവെക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സഖാവ് ഡി രാജ ഉടനെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം പതാക ഉയർത്തും. സഖാവ് KRC ഉയർത്തും. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഉയർത്തും. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിലിന്റെ പേരിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒന്നുറപ്പിക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സമ്മേളനം ഐക്യത്തിന്റേതായിരിക്കും, അച്ചടക്കത്തിന്റേതായിരിക്കും, ചർച്ചകളുടേതായിരിക്കും, വിമർശനങ്ങളുണ്ടാകും. അതെല്ലാം കഴിയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുമെന്നും മുന്നോട്ട് കുതിക്കുമെന്നും നാം ക്ഷേത്രത്തെ മാറ്റിക്കുറിക്കാൻ വേണ്ടിയുള്ള പടകെട്ടലുകളിൽ ലവലേശം മുന്നോട്ട് വെച്ചകാൽ പുറകോട്ട് വെക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഈ ദീപശിഖ നമ്മുടെ എല്ലാം നെഞ്ചിൽ ആളെ കത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കത്തെ സഖാക്കളെ മുന്നോട്ട്. ലാൽസലാം. സഖാവ് KR ചന്ദ്രമോഹനൻ നമ്മുടെ പാർട്ടിയുടെ പ്രമുഖനായ നേതാവാണ്. ദശാബ്ദങ്ങളായി പാർട്ടികൾ നയിച്ച പ്രിയങ്കരനായ നേതാവ്. അദ്ദേഹം മുൻകാലത്ത്
വോളണ്ടിയർ ക്യാപ്റ്റനുമായിരുന്നു. എല്ലാ നമ്മുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരനാണ് സഖാവ് KRC. ഇവിടെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതാക, നമ്മുടെ വർഗത്തിന്റെയും നാടിന്റെയും മോചന പതാക, ആ പതാക ഇവിടെ ഇപ്പോൾ ഉയർത്തും. ആദരവോടുകൂടി ഞാൻ സഖാവ് KRCയെ അതിനായി ക്ഷണിക്കുന്നു. പതാക ഉയർത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ദേശീയ നേതാക്കൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പ KRC സംസാരിക്കും. ദേശീയ സെക്രട്ടേറിയറ്റ്, ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പുഷ്പചക്രം അർപ്പിച്ചതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രതിനിധി സഹാക്കൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.